advance happy birthday. Thank you. Okay. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ അവറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ എടുക്കണമെന്ന് വിചാരിച്ച എപ്പിസോഡ് അല്ല, എന്റെ കൂടെ ഉള്ള ഒരാളെ കൊണ്ട് ഞാൻ തോന്നിച്ചു. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പുറത്ത് കാണിക്കുവാണ്. ഇപ്പൊ ഇവിടെ ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നതാണ്. നിങ്ങൾ വിചാരിക്കും ഇന്നാൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കഴിഞ്ഞു, ഇത് സർപ്രൈസ് ആണെന്ന്. ഇത് ആക്ച്വലി എന്താന്ന് വെച്ചാല് 2 ദിവസം കഴിയുമ്പോൾ ചേട്ടായിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ആണ് ഓക്കെ അങ്ങനെയാണ് ആണ്. അപ്പൊ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു. ആ കൊറിയർ ഓൺലൈൻ വാങ്ങിച്ചതാണ്. കൊറിയറുകാരൻ കൊണ്ടുവന്ന് കൊടുത്തത് എങ്ങോട്ടാന്ന് വെച്ചാല് ചേട്ടായിനെ വിളിച്ച് ചേട്ടായുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരാളിത് പൊട്ടിക്കാൻ നോക്കുക, ഒന്നും കാണത്തില്ല. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ അതിന്റെ ഇത് മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ റാപ്പ് മാത്രം. അവൻ എന്നതാ നീ വാങ്ങിയതെന്ന് ചോദിച്ചു. പൊട്ടിക്കാൻ വേണ്ടി പോയി. ഞാൻ പിടിച്ചോണ്ട് ഓടി. എനിക്ക് സൗകര്യം തന്നിട്ടില്ല. എന്താ അത് തരുമോ? പിന്നെ എനിക്കൊരു പേടി. ഞാൻ കിടന്നുറങ്ങിയിട്ട് രാത്രി ഫോണിൽ പൊട്ടിച്ചാ പിന്നെ പണി പാടില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പോയിരിക്കുന്ന ഒരു ബോക്സിൽ പൊതിഞ്ഞോട്ടെ എന്നിട്ട് തരാന്ന് പറഞ്ഞു. അവർക്ക് ബർത്ത്ഡേക്ക് തരാനായിരുന്നു. അപ്പൊ അത് കുഴപ്പമില്ല, എന്നത് പൊട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം, എന്നിട്ട് പിന്നെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഈ സാധനം വെക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യം. കാരണം ഇത് അങ്ങനെയാണ് ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കില് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുവാണ്. അപ്പൊ അത് ഒരു വ്ലോഗായിട്ട് ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നതാണ്. ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്താണ് ഇവിടെ നടന്നിട്ടുണ്ടാവുക. മനുഷ്യന്റെ ആഗ്രഹം എന്നെ നോക്കി സുഖമല്ലേ. അതെന്താ എനിക്ക് ബർത്ത്ഡേക്ക് തന്നാണ് നിങ്ങൾ മോനെ. ഇത് ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാ. ക്വാളിറ്റി പ്രൈസ് നോക്കിയിട്ട് പറ. എന്താ സാധനം ചേട്ടക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്താ സാധനം? ആണല്ലോ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ചേട്ടായി എല്ലാരും വിചാരിക്കും ചേട്ടാ ഇത്ര ആക്രാന്തം പോകുന്ന സാധനമാണ്. ചേട്ടാ ഇത് ഇങ്ങനെ എടുക്കാതെ റിട്ടേൺ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ എന്നതാണ് ചേട്ടാ ഇതൊന്നും കളയരുത്. ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതൊന്നും കളയരുത്. നല്ല ചേട്ടാ ചേട്ടയ്ക്ക് തന്നെ ഉള്ളതാ, ഞാൻ വേറെ ആർക്കും ഇത് കൊടുക്കുകയല്ല. എനി ഐഡിയ വാച്ച് ഫാസ്റ്റ് ട്രാക്ക്. എനിക്ക് ഇനി ഞാൻ ആഗ്രഹിച്ചു ഈ ഫാസ്റ്റ് ട്രാക്കിന്റെ ഒരു കമ്പനിയുടെ വാച്ച് വാങ്ങണം. എപ്പോഴും വേറെ ഓരോ കമ്പനിയിൽ വാങ്ങുമ്പോൾ തുറന്നിട്ടാണ് ഞാൻ നിങ്ങളെ വേറൊരു സൂത്രം കാണിച്ചു തരാമേ. ചേട്ടാ നല്ല ഇത് കണ്ടോ, ഇത് ഞാൻ ഒരാൾക്കൊരു സാധനം തുറന്നിട്ടുണ്ടെ പോലും മര്യാദ പോലും തുറക്കൂലല്ലോ. അതല്ലല്ലോ ഇനി മുമ്പ് ഇവിടെ കണ്ടിരുന്നത്. ഈ പാക്കറ്റ് എടുത്തോണ്ട് അച്ചാറൊക്കെ ഇട്ടു ഇതൊക്കെ എടുക്കും. ക്യാഷിനൊക്കെ ഒന്നും പറയാനില്ല, നമിച്ചു. ക്യാഷിനൊക്കെ കിട്ടുമല്ലോ കുറിക്കാനോ ഇവിടെ ഇത് മൊത്തം അവര് നമ്മൾ തുറക്കാനോ. ക്ഷമ വേണം, ക്ഷമ ആട്ടിൻസുപ്പിന്റെ ഫലം ചെയ്യുമെന്നാ പറയുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ ചടങ്ങിട്ടുണ്ട്. ഫാസ്റ്റ് ട്രാക്കിന്റെ മോഡലാണ് അത്. പ്ലീസ് ചാർജ് ടു ആക്ടിവേറ്റ് ദ വാച്ച്. ഫാസ്റ്റ് ട്രാക്കിന്റെ മോഡൽ അതേ തന്നെ ഉണ്ടായിരുന്നു. ഇത് അതിന്റെ കൂടെ കിടന്ന പഞ്ഞി ഇങ്ങനെ ഒന്നും പറ്റാതിരിക്കാൻ ഇതാണ് ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച്. ഫോട്ടോ ഫാസ്റ്റ് ട്രാക്കിന്റെ ടാഗ്. അച്ചാറിട്ട് വെക്കുന്ന ഡെപ്പിയാണ് ചേട്ടായി പറഞ്ഞേക്കുന്നത്. ചളങ്ങിയിട്ടുണ്ടല്ലോ. അത് ഞാനൊന്നും ചെയ്തതൊന്നും അല്ല. പക്ഷെ സംഭവം ഒന്നുമില്ല, ഇതിന്റെ അകത്ത് സ്പോഞ്ച് ഉണ്ടായിരുന്നതുകൊണ്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല. വാച്ച് കാണിച്ചു കൊടുക്കവരെ. ചാർജർ, ഇതന്നെ അടപ്പ്. ചേട്ടാ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കും മോനെ. നമ്മളെ മെയിൻ ഇതാണ് നമ്മളെ വാച്ച്. ഇതാണ് വാച്ച്. എന്താ എഴുതിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. അത് ചാർജ് ചെയ്തിട്ട് നല്ല ഫാസ്റ്റ് ട്രാക്കിന്റെ ക്വാളിറ്റി സാധനമാണ്. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല ഫാസ്റ്റ് ട്രാക്ക്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ക്വാളിറ്റി ഉള്ള വാച്ച് വാങ്ങിയതെന്ന് പറയാൻ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ചേട്ടാ ഒന്ന് കയ്യിൽ കെട്ടി കാണിച്ചേ. ആ കഥ ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം വിത്ത് എവിഡൻസ്. ചേട്ടയ്ക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് വല്ലതും? നോക്കത് ഓക്കെ ആണോന്നൊക്കെ നോക്കിയിട്ട് അഴിച്ചാൽ മതി. ആണോ?
പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇതാ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ചാർജർ ഉണ്ട്. ഇതാണ് അതിന്റെ ചാർജ് ചെയ്യാനുള്ള ചാർജർ. ഇത് നമ്മളെ സാധാരണ വാച്ച് കിട്ടുന്ന പോലെ, പക്ഷെ മറ്റേ വാച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുകയാണ്. പക്ഷെ ഇതങ്ങനെ ഇത് സാധാരണ വാച്ച് കെട്ടുന്ന പോലെയാ. ഇതിന് മുമ്പുണ്ടായിരുന്ന ഇതേപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ച്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ കഥ പറഞ്ഞുതരാന്ന്. ഞാൻ കെട്ടി ഇങ്ങനെയാണ്. കൊള്ളാം അല്ലേ? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട്. എന്റെ കൈക്ക് നല്ല സ്യൂട്ടാ. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഭയങ്കര ഇതാ. ചില ഫാസ്റ്റ് ട്രാക്ക് ആയതുകൊണ്ട് അതിന്റെ ഇത് മറ്റേ പോലെയല്ല ചാർജ് ചെയ്യണ്ടേ. ഇതിന്റെ ഇതാ ഇവിടെ ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. അത് അവിടെ ടിക്ക് ഇട്ടിട്ട്, മറ്റേത് മാഗ്നറ്റിക് തന്നെ ആയിരുന്നു. അപ്പൊ ഇനി ഇതിന് വലിയൊരു കഥ പറഞ്ഞു തരാവേ ഞാന്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മനുഷ്യന് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതില് ആകെ ഞാൻ വന്നിട്ട് മൂന്ന് ബർത്ത്ഡേ ആണ് കഴിഞ്ഞത്. ഒന്ന് ഞാൻ വരുന്നതിന് മുമ്പിലത്തെ ആയിരുന്നു. പിന്നെ ഞാൻ വന്ന ശേഷമുള്ള 2 ബർത്ത്ഡേ, അങ്ങനെ 3 ബർത്ത്ഡേ കഴിഞ്ഞു. 2 വാച്ച് ഓൾറെഡി ഞാൻ വാങ്ങി. ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കൊടുത്തു. അതിന് മുമ്പ് ഫസ്റ്റ് ടൈം, ഇത് കല്യാണത്തിന് മുമ്പുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ അയച്ചു കൊടുക്കുക ചെയ്തത്. ഞാൻ വാങ്ങിയിട്ട് നാട്ടിൽ നിന്ന് അന്ന് ചെറിയ റീവെലായിരുന്നു മധ്യപ്രദേശിൽ. അപ്പൊ ഞാൻ ഇത് അയച്ചു കൊടുത്തു. ഇത് നോർമൽ വാച്ച്, അന്നത്തെ അതനുസരിച്ചുള്ള ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പൊ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, ജസ്റ്റ് ഒരു പേരിന്. ഇത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ വാച്ച് ഓടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ ഈ സ്മാർട്ട് വാച്ച് വാങ്ങിക്കൊടുക്കുന്നത്. ആക്ച്വലി ഈ സ്മാർട്ട് വാച്ച് ഇതുവരെ ഓടിക്കൊണ്ടിരുന്നു, ഇപ്പോഴും റണ്ണിങ് ആണ്, ഓർക്കണം. പക്ഷെ ഇതിന്റെ മാഗ്നറ്റിക് ചില സമയം വർക്കാവുന്നില്ല. എന്നിട്ടാകുമ്പോ ഞങ്ങൾ ഇപ്പൊ ക്രിസ്മസിന് നാട്ടിൽ പോയിട്ട് വന്നു. അതുവരെ നല്ല വർക്കിംഗ്, നാട്ടിൽ നിന്ന് ഉപയോഗിച്ചു. പോയിട്ട് വന്ന ശേഷം ഞാൻ ചാർജ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ അപ്പൊ അതിന്റെ ടൈം എല്ലാം മാറിപ്പോയായിരുന്നേ. അന്നേരം നോക്കുമ്പോ ടൈം മൊബൈലിൽ നിന്ന് വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോ കണക്ട് ആവുന്നേ ഇല്ല. സംഭവം ഇത് സെറ്റ് ആവുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ ഇരുന്ന് നോക്കുമ്പോ ഇതിനൊക്കെ കുറെ ഇങ്ങനെ ഓരോരോ ചെറിയ ഇതെല്ലാം പറ്റി. അപ്പൊ ഞാൻ മറ്റേ ക്ലാവ് പിടിക്കുന്ന പോലെ 2021 വാങ്ങി തന്നത്, 22 വാങ്ങി തന്നത്, 2 വർഷം. പക്ഷെ ഇതപ്പം എന്ന് പറയുമ്പോ ഒരു 1500 2000 രൂപ അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഈ സ്മാർട്ട് വാച്ച് ഞാൻ വാങ്ങും. അത്ര വലിയ ക്വാളിറ്റി ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇത് അത് കഴിഞ്ഞ് അങ്ങനെ ആകുമ്പോ പിന്നെ ഈ 2 സൈഡാക്കി വെച്ചു. പിന്നെ ഉള്ളത് നോർമലി യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വാച്ച് കിട്ടിക്കൊണ്ട് ഇപ്പൊ പോകുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാല് നല്ല സാധനം മേടിക്കുവാണെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചു നല്ലൊരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ ഒരു 3-4 വർഷത്തേക്ക് പിന്നെ വാച്ച് ചോദിച്ചു. ഇത് ഇതുപോലത്തെ ഡൂക്കിൾ വാച്ച് അല്ല, ഇത് ഫാസ്റ്റ് ട്രാക്കാ. ചേട്ടാ തമാശ കളിക്കില്ലേ? ഇത് ചേട്ടാ 5 വർഷത്തേക്ക് ഉപയോഗിക്കുമെന്നാണ്. ഇവളുടെ ഫേവറേറ്റ് എന്റെ എല്ലാ ബർത്ത്ഡേക്കും വാച്ചായിരുന്നു. വാച്ചുകളോ ഉടങ്ങേണ്ട. ഞാൻ നിർത്തി. 1, 2 ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഇതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വർഷം ബർത്ത്ഡേക്ക് വാച്ച് വന്നത്. ഈ വർഷം ഇങ്ങനെ തമിഴ് ശരിയാണെന്ന് അല്ല. ഇതെന്താന്ന് വെച്ചാല് അന്ന് എനിക്ക് ചേട്ടായിന്റെ ഷർട്ട് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഈ ബർത്ത്ഡേയുടെ ടൈം വന്ന സമയത്ത് ഓൾറെഡി എല്ലാവർക്കും സ്മാർട്ട് വാച്ച് എല്ലാവരുടെ കയ്യിലും. അപ്പൊ എനിക്ക് ചേട്ടായുടെ കയ്യിലും അത് വേണമെന്നൊരു ആഗ്രഹം. അതുകൊണ്ട് അന്ന് ഇത് വാങ്ങിച്ചു. ഇത് ഇത്രയും നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി നോർമൽ വാച്ച് ആയപ്പോ ഇപ്പൊ എന്താ പറയാ, ഒരു ഇതിലൊക്കെ ഇരിക്കുമ്പോ അതിന്റേതായ കുറച്ച് കാര്യങ്ങൾ വേണ്ടേ. അപ്പൊ എന്നെയും കൂടെ ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ജെന്റിൽമാനായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇതൊക്കെ നേരത്തെ ഞാൻ കേടാക്കണമായിരുന്നു എന്നും വിചാരിച്ച് എല്ലാ സാധനവും കേടാക്കി ഞാനൊക്കെ വാങ്ങിച്ചിട്ടില്ല. ഞാൻ അംബാനിയുടെ മോളൊന്നും അല്ല, ബെന്നിന്റെ മോളാണ്. അത്രയൊക്കെ ഉള്ളൂ. ഇത്ര എന്റെ കയ്യിൽ എനിക്കാണ് തുച്ഛമായി കിട്ടുന്നതിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ ഇത് പറയുന്ന 2 വർഷം അത് ഞാൻ ശരിയാക്കാമെങ്കിൽ തൽക്കാലം എനിക്ക് ഉപയോഗിക്കാലോ. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ആ ഒരു പ്രശ്നം സമയം ശരിയാവുന്ന, പിന്നെ സമയം ശരിയായിരിക്കും. സമയം ഇപ്പൊ ശരിയല്ലായിരിക്കും. അല്ല, നമ്മുടെ സമയം ഇപ്പോഴാ ശരിയായത്. സമയം ശരിയായിരിക്കും മാറ്റം കൊണ്ടുണ്ടല്ലേ ചേട്ടാ. അത് കളയിലുണ്ടോ? അപ്പൊ ഞാൻ വിചാരിച്ച അൺബോക്സിംഗ് ആയി. ഇപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ അൺബോക്സിംഗും വന്നു, ഗിഫ്റ്റും. അല്ല, ഫ്ലിപ്കാർട്ട് അല്ല, ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു.
ഞാൻ പൊളിച്ചു കാണിക്കാം. എനിക്ക് ഇതെല്ലാം പൊളിച്ചില്ലേ എന്തോ ഒരു ബുദ്ധിമുട്ട്. എന്തിനാ ചേട്ടായി അതെല്ലാം പൊളിച്ചു കാണിക്കുന്നുണ്ട് നിങ്ങളേട്ടോ? നീ കണ്ടോ? അത് നമുക്ക് ചാർജ് എല്ലാം ചെയ്തിട്ട് മതി. ചാർജ് ചെയ്യണേ പൊളിക്കണോ? ഞാൻ ആക്കി തരാം, വലിച്ചു പറിക്കണ്ട. ഇത് ചാർജ് ചെയ്യാൻ ഇതിന്റെ അടിയിൽ വേറെ അത് സെൻസർ അല്ലേ? അതല്ല, അവിടെ അല്ലേ ഇതേ ചാർജിങ്. സെൻസർ എല്ലാം ഇതാ വലിച്ചു പൊളിച്ചു. ഇനി ബർത്ത്ഡേ നിങ്ങൾ ആലോചിക്കണം, 2 ദിവസം കൂടെ കഴിയണം. ഫെബ്രുവരി 16-നാണ്, ഫെബ്രുവരി 14 ആയതേ ഉള്ളൂ. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് മറന്നുപോയി. നാളെ വാലന്റൈൻസ് ഡേ ആയുള്ള കാര്യമൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആ കാര്യം മറന്നുപോയിട്ടോ. ആക്ച്വലി ചേട്ടാ ഇത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ശരിക്കും ഇനി വാച്ചും വേണം കേട്ടോ. വേറെ അല്ല, ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിയ ഗിഫ്റ്റ് ആണ്. പക്ഷെ നാളെ വാലന്റൈൻസ് ഡേ ആ. നാളെ ചേട്ടാ സ്കൂളിൽ ഇതിട്ടിട്ടല്ലേ പോകുള്ളൂ. അപ്പൊ പിന്നെ തീർന്നില്ലേ? നാളെ വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് ആണെന്ന് വിചാരിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സെന്റൻസ് ആവർത്തിക്കുന്നു. ഞാൻ അംബാനിയുടെ മോളല്ല. ഓക്കെ, ഞാൻ ടെർമി തോമസിന്റെ വൈഫാണ്. വാലന്റൈൻസ് ഡേക്കും ബർത്ത്ഡേക്കും ഒക്കെ കൊടുക്കുന്നത് ഈ ഫെബ്രുവരി 14 ഫെബ്രുവരി 16 ആയത് ഞാൻ ഭയങ്കര ഒറ്റ ഗിഫ്റ്റും 2 സംഭവം എന്താണ് അടിപൊളി. എനിക്ക് ഒന്നും കൊടുക്കും വേണം. എന്നാലും ഞാൻ അത് വാലന്റൈൻസ് ഡേ ഇല്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നല്ല പാക്ക് ചെയ്തിട്ട് ഈ സാധനം തരാം. ഈ നല്ല സ്മാർട്ട് വാച്ച് നാളെ എന്ത് ഗിഫ്റ്റ് ആണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം. നാളെ ഈ സ്മാർട്ട് വാച്ച്, ഈ സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് വാച്ച് നാളെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. കിട്ടും. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റും ഒക്കെ ആക്കി കൊടുത്തു. ആക്ച്വലി ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിയതാണ്. നാളെ പൊടിക്കൊണ്ട് പോകുന്നത് കൊണ്ട് ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വാലന്റൈൻസ് ഡേ എന്ന പേരിലേക്ക് മാറ്റി. അതാണ് എനിക്കറിയായിരുന്നു. ഒരു സാധനം കണ്ടു കഴിഞ്ഞാല് ചേട്ടയ്ക്ക് അത് ഒരു കുറച്ചു നേരം എങ്കിലും അത് കെട്ടി നടക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും 10 പേരുടെ അടുത്തൂടെ എങ്കിലും പോവുക, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമമാണ്. അത് നല്ല കംഫർട്ട്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത മൊത്തം സ്ക്രീനാണ്, ഫുൾ സ്ക്രീൻ. ഇതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഫാസ്റ്റാക്കിന്റെ ഇതിന്റെ ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് നമുക്ക് ഓണാക്കിയിട്ടില്ല. അവർ പറയുന്നുണ്ട് ചാർജ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ. സിലിക്കോൺ ബ്ലാക്ക് കളർ. ഇനി നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങൾ ആരും വിചാരിച്ചാൽ ഈ പരിധിക്ക് പുറത്തായിരിക്കും. ഒന്നും വിചാരിക്കരുത്, അത് പ്രായത്തിന്റേതാണ്. ഇനി ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കളിക്കോ പണിയത് എന്താണ് അതേപോലെയാണ്. ഇവിടെ നിങ്ങളൊന്നും വിചാരിക്കേണ്ട. അപ്പൊ ഞാൻ എന്റെ ഗിഫ്റ്റ് ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് സെറ്റപ്പാട്ടെ. മറ്റേ ഇതിന്റെ പുറകെ ഞെക്കി പിടിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ടോ മാഗ്നറ്റിക്കാണ് സ്പോട്ടിലൂടെ ഇതാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്തിട്ട് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേക്ക് മുമ്പേ തന്നെ ഇടാമെന്ന് വിചാരിച്ചു വന്നേക്കുന്നത്. ഇനി നിങ്ങളൊന്ന് വിചാരിക്കും. അങ്ങനെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടി. ഇനി ബർത്ത്ഡേ ഗിഫ്റ്റിനായി വെയിറ്റിംഗ് ആണ്. എന്തായാലും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിന്റെ ഗിഫ്റ്റ് എന്ന് ഞാനാണ്. അതുകൊണ്ട് എന്നിൽ നിന്നൊരു ഗിഫ്റ്റ് പ്രതീക്ഷിക്കും വേണ്ട. പിന്നെ വേണം എന്റെ സെക്കൻഡ് ഹാൻഡ് വാച്ച് വേണം തരാം. കെട്ടുക പിള്ളേരൊന്നും പറഞ്ഞിട്ടില്ല. പിള്ളേർ കൊച്ചല്ലേ, വളരാണ്ട് മൂത്തോടെ സാധനങ്ങളല്ലേ ചില ഇളവർക്ക് കിട്ടുന്നത്. അങ്ങനെയല്ലേ, മൂത്തോരെ ചോദിച്ച് നല്ല ഫോൺ വാങ്ങുമ്പോ പഴയ ഫോണ് ഇളവർക്ക് കൊടുക്കും. ഇങ്ങനെയാണ് സിസ്റ്റം. നമ്മൾ ആ സിസ്റ്റം തിരുത്തരുത്. ഓക്കെ, അപ്പോ ഏപ്രിൽ 1 ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഞാൻ വിചാരിച്ചത് ചേട്ടനൊന്ന് ജസ്റ്റ് ഇത് കൊടുക്കുന്നത് അപ്പൊ എടുക്കുക. അന്ന് കൊടുക്കാന്ന് വിചാരിച്ചതാണ്. അതിപ്പം എന്തായാലും പൊളിയും. അടുത്ത ബർത്ത്ഡേക്ക് വാച്ചല്ലായിരുന്നു അല്ലേ ഇത്ര ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്റെ എന്താ പാളിപ്പോയ ബർത്ത്ഡേ സർപ്രൈസ്? ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായ
താഴെ കൊറിയറുണ്ട് വേണം. പക്ഷെ എന്നാന്ന് ഇതിന്റെ എഴുതിയിട്ടില്ല മോള്. അതല്ല രസം. ചേട്ടൻ സ്കൂളിലാ കൊറിയറുകാരൻ താഴെ ഷോപ്പിൽ കൊണ്ടുവച്ചു. ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, വീട് താഴെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്, നീ പോയി വാങ്ങിക്കോ. കൊറിയറോ? ആ എന്നതാ കൊറിയർ വന്നേക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അവിടെ ഇരുന്നോട്ടെ, എന്തായാലും പറഞ്ഞല്ലോ. ഞാൻ ഇത് വേഗം എടുത്തോണ്ട് അപ്പൊ നോക്കുമ്പോ അന്നേരത്തേക്കും ചേട്ടായി വരുന്ന സമയമായി. ഞാൻ അവിടെ നിന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും ചേട്ടായി, ഞാൻ താഴെ ട്രക്കിൽ ചെല്ലുമ്പോഴത്തേക്കും ചേട്ടായി ചാടിലേക്ക് വന്നു, സംഭവം വേഗം എടുത്തോണ്ട് പോകുന്നു. ഇല്ല, എനിക്കത് മനസ്സിലായി. ഞാനത് നോക്കിയായിരുന്നു. ഞാൻ വേഗം എടുത്തോണ്ട് ഇപ്പൊ മേടിച്ച സമയത്ത് ചേട്ടയുടെ കയ്യിൽ നിങ്ങൾ തട്ടിയെടുത്ത് നോക്കിയത് അതാണ്. പക്ഷെ ഇല്ല, നോക്കി എഴുതിയിട്ടില്ല. പിന്നെ ഇത് ഇവിടെ ഈ ബാർകോഡ് ചിലപ്പോ സ്കാൻ ചെയ്താല് ഇത് ഗോപ്രോയുടെ ബാറ്ററി അത് വിചാരിച്ചാൽ പോരായിരുന്നു. അപ്പൊ വാച്ചുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. ഇനി അടുത്ത ബർത്ത്ഡേ ഇല്ല, മിണ്ടാണ്ട് പോവാ. ബർത്ത്ഡേ ഷർട്ട് ഉണ്ടായിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് ഞാനത് ഉപയോഗിച്ചിട്ട് പറയാം. ഫാസ്റ്റ് ട്രാക്കിന്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് അല്ലെ, അടുത്ത വീഡിയോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് നമ്മൾ പറയുന്നത് എങ്ങനെയുണ്ട്, വാച്ച് എങ്ങനെയുണ്ട്, സംഭവം നല്ലതാണ്. സംഭവം മോശമാണ്, പക്ക മോശമാണെന്ന് പറയും അല്ലെ. ഫ്ലിപ്കാർട്ടിന് എന്നെ പറയരുതേ, ഞാൻ ഈ കഥ നോക്കി പിടിക്കുമ്പോ ഒരു പ്രത്യേകത നോർമൽ വാച്ച് പോലെ കിട്ടുന്നതാണ് അല്ലെ, ഇങ്ങനെ പ്രസിംഗ് അല്ല. നോർമൽ വാച്ച് ഇതിന്റെ മെറ്റീരിയൽ ഇതന്ന് നല്ലതാന്ന് പറഞ്ഞതാണ്. ഇപ്പൊ പുതിയത് കിട്ടിയപ്പോ അതൊന്നിനും കൊള്ളാത്തതായി. 2 വർഷം ഉപയോഗിച്ചതാണെന്ന് നിങ്ങൾ അറിയണം. ഇതിന്റെ മെറ്റീരിയലിനോട് എന്ത് വ്യത്യാസമുണ്ട് അല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. അപ്പൊ ഈ വീഡിയോ വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഞാന് അതെടുക്കാം. പക്ഷെ ഇതെല്ലാം കൂടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് ലേറ്റ് ആയിട്ട് എടുക്കൂടായിരുന്നു. ഒരു സാധനം വാങ്ങി കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആക്കി ഉപയോഗിക്കുന്നതിന് വരെ ഒരു ഇതുണ്ടാവല്ലോ, ഭയങ്കര അപ്പൊ ബാക്കി ബർത്ത്ഡേ വീഡിയോയുമായി നമ്മൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. 2 പീസ് വാങ്ങി പോലെ കേക്കിന്റെ മൂണി പോലെ തിന്നത് വെറൈറ്റി ആണ് അല്ലേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.